ഒരു ശവം കിടക്കുന്നു. സാധാരണ ഭാഷയിൽ നഗ്നമായിട്ടൊരു ആണിൻ്റെ ശരീരം, വലിയ പൊക്കമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന ശവം പോലത്തെ മനുഷ്യൻ ഈ കോടാലി എടുത്തിട്ട് ഇങ്ങനെ പൊക്കി ഈ കിടക്കുന്ന മരിച്ച മൃതശരീരത്തിൻ്റെ തല ഈ വശത്താഴലേക്ക് ഇങ്ങനെ പൊക്കി അത് താഴോട്ട് കൊണ്ടുവരുന്നു, ആഞ്ഞ് താഴോട്ട് കൊണ്ടുവരുന്നു. പിന്നെ ഞാൻ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക പോലെ ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ ലിറ്ററസി റേറ്റ് അറൗണ്ട് 96 ആ ഒരു ഇതിലേക്ക് വരുന്നു. എന്നാൽ അതേസമയം പല നോർത്തേൺ സ്റ്റേറ്റ്സ് നോക്കുമ്പം ഇത് ചിലപ്പോൾ ഒരു 76 or 75% ഉള്ളൂ. അവിടെ നിന്ന് കൂടുതൽ IAS IPS അല്ലെങ്കിൽ ഈ മേഖലയിലേക്കുള്ള ഉദ്യോഗസ്ഥരെ സൃഷ്ടിക്കുകയും നമ്മളതിൽ ഭയങ്കരമായിട്ട് ലാക്ക് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? 97% അക്ഷരജ്ഞാനമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് ഒരു 10 ലക്ഷം പേര് പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്ത് 7 ലക്ഷം പേര് എഴുതി. അതിൽ നിന്ന് പ്രിലിമിനറി കഴിയുമ്പോൾ 15,000 പേരെ മാത്രം എടുത്തുകൊണ്ട് പിന്നെ ഇൻ്റർവ്യൂവിന് അതിൽ നിന്ന് ഏതാണ്ട് 2,500-3,000 പേരും എടുത്തുകൊണ്ട് വെറും ആദ്യം 1000 പേർക്ക് കിട്ടുന്ന ആ 1000 പേരിലും 100 പേർക്ക് മാത്രമേ IAS കിട്ടുള്ളൂ. ഈ 100 പേരിൽ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, റിസർവേഷനൊക്കെ കഴിഞ്ഞാൽ ജനറൽ കാറ്റഗറിയിൽ ആദ്യത്തെ 40 അങ്ങനെ കിട്ടുള്ളൂ. അങ്ങയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കും ഒരു പവറിനെ എഫിഷ്യൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? അധികാരം ഉപയോഗിക്കേണ്ടത് എങ്ങനെ നമുക്ക് ആ അധികാരം കൊണ്ട് നല്ല കാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സ്വർഗവും നരകമൊക്കെ ഒരു കർമ്മമൊക്കെ മരിക്കാനൊന്നും നിൽക്കണ്ട. അതൊക്കെ ഈ ജന്മത്തിൽ തന്നെ പലതും സംഭവിക്കുന്നു. കർമ്മത്തിൽ വിശ്വസിക്കും. കർമ്മത്തിന് പല അർത്ഥങ്ങളും ഉണ്ട്. കർമ്മം ഇപ്പം എൻ്റെ കർമ്മം നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ അടിക്കാൻ, നിങ്ങളുടെ ചെകിടത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും കർമ്മമായിട്ട് ചിലർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. മറ്റുള്ള മതങ്ങളെ അടിച്ചമർത്തുന്നത് കർമ്മമെന്ന് വിചാരിക്കുന്ന ചിലവരുണ്ട്. സ്ഥാനത്തെത്തുന്നതിനേക്കാൾ കഠിന പ്രയത്നം വേണ്ട ഒന്നാണ് ആ സ്ഥാനത്ത് ഒരു നല്ല രീതിയിൽ തുടരുക എന്നത്. നിങ്ങൾ ചെയ്യേണ്ട ദൗത്യം നിങ്ങൾ ചെയ്താൽ അത് ധാരാളം മതി. സിവിൽ സർവൻസ് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന, പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടപഴകേണ്ടി വരുന്ന ഒരു വിഭാഗമാണ് പൊളിറ്റീഷ്യൻ. അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിസിഷൻസിനെ, സിവിൽ സർവൻസിന്റെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. മൈ ഫാദറിൻ്റെ എൻ്റെ അമ്മായപ്പൻ കെ എം മാണിയാണ്. അപ്പം അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലായത് IASകാർക്ക് ഈ പറഞ്ഞ ഇൻഫ്ലുവൻസും അധികാരമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാർ പിന്നെ അതിലും എത്രയോ മടങ്ങ് ചെയ്യാൻ സാധിക്കും. രജനി ഹരിദാസിനോട് എനിക്ക് വലിയ വിരോധമാണ്. ഈ സിവിൽ സർവൻസ് എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥർ വളരെയധികം പഴിയേക്കുന്ന ഒന്നാണ് ഈ കറപ്ഷൻ എന്ന് പറയുന്നത്. ഈ മേഖലയിൽ കറപ്ഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓരോ ഫയലിലും ഒരു ജീവനുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിക്ക് പറ്റുന്നില്ല.